ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് നിഷൂസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തവും അതുപോലെ രുചികരവുമായ വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എഗ് പ്ലാന്റ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 വഴുതനങ്ങയാണ്. ഈ വഴുതനങ്ങ കുറച്ച് കട്ടിയുള്ളത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. കുറച്ച് കട്ടിയുള്ളതാകുമ്പോൾ നമുക്ക് പിന്നെ കുറച്ച് റൗണ്ടിൽ വേണത് കിട്ടാൻ. അപ്പോൾ അത് കുറച്ച് തുടമുള്ളത് നോക്കി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വഴുതനങ്ങ ഓരോന്നായിട്ട് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം. ഇതിന് 2 ഭാഗവും നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ഇനി ഉപ്പേരി അതുപോലെ മെഴുക്ക് പുരട്ടി അതുപോലെ അത് കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ വഴുതനങ്ങക്ക് കുറച്ച് കേടുണ്ട്, അതുകൊണ്ട് ആ ഭാഗവും ഞാൻ ഒഴിവാക്കുകയാണ്. ഇതിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ നുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് എടുത്ത് മാറ്റണം. അതിങ്ങനെ സാവധാനം ഇങ്ങനെ കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അടർത്തി മാറ്റാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടാണ് അതിങ്ങനെ എടുത്ത് മാറ്റുന്നത്. അത് നമുക്ക് ഇനി മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ അതിനെ പെട്ടെന്ന് ഇങ്ങനെ ഇളകിപ്പോരും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഒരു 3 വഴുതന എടുത്തിട്ട് ഇതുപോലെ വട്ടത്തിൽ നുറുക്കി വെച്ചിരുന്നു. അതിൻ്റെ ഉൾഭാഗമെല്ലാം മാറ്റി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് കട്ട് ചെയ്യാം. ഒരു സവാള, അതുപോലെ ചെറിയൊരു കഷ്ണം കാബേജ്, ചെറിയൊരു ക്യാരറ്റ്, അതുപോലെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും, അതുപോലെ 2 എഗ്ഗും. 3 എഗ്ഗ് എടുത്തിട്ട് പക്ഷേ 2 ഇതിലേക്ക് ആവശ്യമായി വരുന്നുള്ളൂ. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം തന്നെ ഒരു ചോപ്പറിലിട്ട് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുതായി കട്ട് ചെയ്താലും മതി കേട്ടോ. ഞാൻ പിന്നെ ഇതിലാവുമ്പം എല്ലാം പെട്ടെന്നങ്ങ് ഒരേപോലെ കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇതിലിട്ടത് കേട്ടോ. നിങ്ങളെ കയ്യിൽ ഇനി വേറെ പച്ചക്കറികളുണ്ടെങ്കിൽ അതൊക്കെ ചേർക്കാം, ഒരു കുഴപ്പമില്ല. ഈ പച്ചക്കറികൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് കഴിച്ചോളും. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ കാണുമ്പോഴും അതുപോലെ തന്നെ ഇത് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ അവർക്ക് കഴിക്കാനും ഇഷ്ടം തോന്നുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ പെട്ടെന്ന് ഇങ്ങനെ കഴിച്ചോളും. അങ്ങനെ ഇതിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് വെറുതെ ഒരു 2 മിനിറ്റിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഏത് കുട്ടികൾക്കും ചെയ്യാവുന്ന സിമ്പിൾ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും അതുപോലെ ഉപ്പും ചേർക്കുകയാണ്. അതുപോലെ 2 എഗ്ഗും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കുരുമുളക് പൊടി ചേർത്താൽ മതി. ഞാൻ പിന്നെ ഈ 2 പച്ചമുളകും തന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് കുരുമുളക് പൊടി ചേർക്കാത്തത് കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എരിവും ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അതുപോലെ തന്നെ പച്ചക്കറികളും അങ്ങനെ തന്നെ എല്ലാം ഇതിലേക്ക് ചേർക്കാം. ബീൻസ് ഒക്കെ ചേർക്കാം. ഇനി വഴുതനങ്ങയുടെ കട്ട് ചെയ്ത ഭാഗം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ക്രഷ് ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഈ പാൻ നന്നായി ചൂടായി വരുന്ന സമയം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി ഏത് ഓയിലാണുള്ളത് അത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ വെളിച്ചെണ്ണയാണ്, നമ്മൾ സാധാരണ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ മതി, അതുപോലെ തന്നെ പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. ഈ വഴുതനങ്ങക്കും അതുപോലെ തന്നെ മുട്ടക്കും തീരെ വേവില്ലല്ലോ, അപ്പോൾ പെട്ടെന്നാവും. ഇനി നമുക്ക് ഓരോ വഴുതനങ്ങ വീതം ഇതുപോലെ ഇങ്ങനെ
വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഉടനെ തന്നെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ നിഷുവിനും ഷിജുവിനും ഒക്കെ നല്ല ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി കൊടുത്താൽ. ഇങ്ങനെ വഴുതനങ്ങ ഉപ്പേരി വെച്ചാൽ അവരൊന്നും കഴിക്കാറില്ല. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് പ്ലാന്റ് റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. അതിൽ ഓൾ തന്നെ വേണം അമർത്തുന്നത്, എന്നാലും ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഒരു സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഇതിങ്ങനെ ഒഴിച്ചപ്പോൾ ഇങ്ങനെ ഒലിച്ചു പോയതാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻസ് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.